ഹലോ ഗൈസ്, കേർവ് ഇ വി വാങ്ങിച്ചതിന് ശേഷം ഒരു ഹൈ റേഞ്ച് ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. അന്ന് മോസ്റ്റ്ലി ഹൈവേസ് ആയിരുന്നു. അപ്പോൾ ഒന്ന് ഇള്ളിക്കൽ കല്ല് പോയിട്ട് റേഞ്ച് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്ത് ഏണിക്കര എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 93% ആയിരുന്നു ചാർജ്. നമ്മൾ പോയ റൂട്ട് MC റോഡ് വഴിയാണ്. കൊട്ടാരക്കര പത്തനാപുരം റൂട്ടാണ് പോയത്. 1 മണിയായപ്പോൾ നമ്മൾ കഴിക്കാൻ നിർത്തിയ സമയത്ത് ചാർജ് മോഡിൻ്റെ ഒരു ചാർജർ കണ്ടായിരുന്നു. അതായത് 30 kW അംബാനി ഇവോക്ക് ചാർജിങ് ഹബ് എന്ന് പറഞ്ഞ ഒരു ചാർജിങ് സ്റ്റേഷൻ ആയിരുന്നു. 30 kW ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന നേരം അവിടെ നിന്ന് ടോപ്പ് ചെയ്തു. 24% ആണ് അവിടെ ടോപ്പ് ചെയ്തത്. 90% ആക്കി 251 റുപ്പീസാണ് ഇവിടെ നിന്നായത്. അവിടെ നേരെ ഇള്ളിക്കൽ കല്ല് ലക്ഷ്യമാക്കി നമ്മൾ പോയി. അത്യാവശ്യം നല്ല റോഡായിരുന്നു. മോസ്റ്റ്ലി സിറ്റി ഡ്രൈവ് വിത്ത് റീജിയൻ 1 and 2. ഇച്ചിരി ട്രാഫിക് ഉള്ള സമയത്ത് റീജിയൻ 2ഉം ട്രാഫിക് ഇല്ലാത്ത സമയത്ത് റീജിയൻ 1ഉം ആയിരുന്നു. ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റീജിയൻ ഓഫ് ചെയ്തു. ഫുൾ സിറ്റി മോഡ് തന്നെയായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ട് കയറിപ്പോയി. ഒരു പ്രശ്നമില്ലായിരുന്നു. ഒറ്റ തവണ പോലും സ്പോർട്സ് മോഡ് ഇടേണ്ടി വന്നില്ല. ഫുൾ റീജിയൻ ഓഫാക്കി സിറ്റി മോഡ് തന്നെയാണ് ഉപയോഗിച്ചത്. ഒറ്റ തവണ പോലും ഈ ഒരു ട്രിപ്പിൽ എക്കോ മോഡ് ഉപയോഗിച്ചിട്ടില്ല. സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഇള്ളിക്കൽ കല്ലെത്തി. അവിടെ എത്തിയപ്പോൾ നമുക്കുണ്ടായിരുന്ന ബാറ്ററി പെർസെൻറ്റേജ് അതായത് 90 ആയിരുന്നു പത്തനംതിട്ട വെച്ച്. ഹൈ റേഞ്ച് എല്ലാം കയറി വന്നപ്പോൾ ഇവിടെ 63% ആയി. വാട്ട് എവർ കൺസെപ്ഷൻ കൂടി, കാരണം ഫുൾ അപ്ഹില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് ജീപ്പ് എടുത്ത് മുകളിലേക്ക് പോയി. അത്യാവശ്യം നല്ല വെയിലായിരുന്നു. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒരു 1.5 hours അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇള്ളിക്കൽക്കെല്ലാം എക്സ്പ്ലോർ ചെയ്തു. തിരിച്ച് ഡൗൺ ഹിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റീജിയൻ കിട്ടി. ഒരു 10 kilometers ഡൗൺ ഹിൽ ഇറങ്ങിയപ്പോൾ തന്നെ 63 67% ആയി. നിങ്ങൾക്ക് കാണാം ആവറേജ് എനർജി കൺസംഷനും കൂടിയായിരുന്നു. അതായത് ആവറേജ് എനർജി കൺസംഷൻ റേറ്റ് കുറഞ്ഞായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ വരുന്ന വഴി ഫുഡും കഴിച്ച് നേരെ ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി തിരിച്ച് അവിടെ നിന്ന് വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തിയപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പെർസെൻറ്റേജ് 30%. ഓവറോൾ ഡിസ്റ്റൻസ് കവർ 363.4 കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഇതിൽ മൊത്തത്തിലൊരു അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 363.4 കിലോമീറ്റർ കവർ ചെയ്തു. 93% ആയിരുന്നു ആദ്യം. 24% അഡീഷണലി ടോപ്പ് ചെയ്തു. മൊത്തത്തിൽ ട്രിപ്പിൽ കൺസ്യൂം ചെയ്ത ബാറ്ററി എന്ന് പറയുമ്പോൾ 87% ആണ്.